ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൌഫ്. അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ബനാന കേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്കാണ് ഇട്ടത്. ഇത് കണ്ടോ, ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഡേറ്റ്സ് ആൻഡ് ബനാന കേക്ക് കിട്ടുന്നത്. ഇത് കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ ഡേറ്റ്സിൻ്റെയും ബനാനയുടെയും എല്ലാം ടേസ്റ്റ് നമ്മുടെ ഈ ടീ കേക്കിൽ നല്ല രീതിയിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും അതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, അതിൻ്റെ കൂടെ 2 ഗ്രാമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ലൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല പൗഡറായിട്ട് വേണം നമ്മളിതിനെ പൊടിച്ചെടുക്കാൻ. നല്ല രീതിയിൽ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനെ പൊടിച്ചെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സ്ട്രെയിനർ എടുത്ത് വെച്ച് അതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് അതോടൊപ്പം 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ പഞ്ചസാര മിക്സ് ഉണ്ടല്ലോ, പഞ്ചസാരയും ആ ഫ്ലേവറിനായിട്ട് ചേർത്തിട്ടുള്ള ഏലക്ക, അതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്ത് ഇതിലോട്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലെ കട്ടകളെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാൻ ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഇതിൽ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ മിക്സ് ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി ഒന്ന് കമ്പൈൻ ആക്കി എടുക്കാം. ഈ സമയം തന്നെ നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാരയെ നമുക്കൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കണം വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു കളറായി കിട്ടണം. ഇതുപോലെ നമുക്ക് നല്ല കളറായി കിട്ടിയാൽ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി കുറച്ചുകൂടി കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് കരിയിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല രീതിയിൽ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ആ സൈഡ് ഭാഗത്തോട്ടായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഈ വെള്ളവും അതുപോലെ ഈ പഞ്ചസാരയും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഡൈല്യൂട്ടായിട്ട് കിട്ടണം. അതിനായിട്ട് നമുക്കിതിനെ ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത് ഒന്ന് കുറുകി കിട്ടാനായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഈ സമയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ അതിലോട്ട് ഒരു 3 ഡേറ്റ്സ് ആണ് ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുറച്ച് ആൽമണ്ട് കൂടി ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൈസിൻസ് കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ബനാന ഡേറ്റ്സ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ് ബനാന നല്ല പഴുത്തതാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്ത അതേ ജാറിലോട്ട് തന്നെയാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4 ഈന്തപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുരു എല്ലാം കളഞ്ഞിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൂടി ചേർത്ത് നമുക്കിതിനെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിൽ തരിയൊന്നും ഉണ്ടാകരുത്, നല്ല ഫൈനായിട്ട് നമ്മളിതിനെ അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഇതിനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം.
ഇനി നമുക്ക് കുറച്ച് വലിയൊരു ബൗളെടുത്ത് അതിലോട്ട് 2 മുട്ടയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിതിനെ ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല പഫി ആയിട്ട് കിട്ടണം. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും അതുപോലെ തന്നെ ഞാൻ 1/2 കപ്പ് അളവിൽ ആണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പകുതി ഭാഗം കൂടി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ പഫി ആയിട്ട് എടുക്കണം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നീട് നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീറ്റർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതേ രീതിയിൽ ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ കട്ടയൊന്നും ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബനാന ഡേറ്റ്സ് മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഒരേ പൊസിഷനിലോട്ടായിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ക്ലോക്ക് വൈസിലോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ തന്നെ ക്ലോക്ക് വൈസിലോട്ടായിട്ട് തന്നെ നമ്മളിതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നാൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ മാറ്റി വെച്ചാൽ വളരെ നന്നായിരിക്കും. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സാജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിയിലോട്ടെല്ലാം ഉപയോഗിക്കുന്ന ആ ജീരകമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലോട്ടായിട്ടാണ് ഞാൻ ഈ കേക്ക് ടിൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ടൊരു 35 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലായിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതിനെ ഒന്ന് തുറന്നു നോക്കി. നമുക്കിത് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ പഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കുത്തി നോക്കാം. ഇതിൽ മാവൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഒന്ന് അടർത്തിയെടുത്ത് ഈ കേക്ക് ടിന്നിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ രീതിയിലാണ് ഞാൻ ഇതിനെ മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് ഇവിടെ എടുത്തു മാറ്റി വെക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ എന്ത് തരം കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നത് കഴിഞ്ഞതിന് ശേഷം വേണം. ഇത് ചൂടാറി കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടീ കേക്കിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, കട്ട് ചെയ്തെടുക്കാൻ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുന്നുണ്ട്. ഓവനിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം നിങ്ങൾ പ്രീഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 40-35 മിനിറ്റ് നേരം നിങ്ങളിതിനെ ബേക്ക് ചെയ്തെടുക്കുക. ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്